ഇത് മൊത്തം പഠിച്ചു വരെ ഞാൻ തന്നെ അങ്ങ് എടുക്കുകയാണ് ഗൈസ്. നമ്മുടെ ലുലുവില് ഒരു ലോഡ് ചക്കയായിട്ട് ഒരു ട്രക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. അപ്പൊ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ അങ്ങോട്ട് ഓടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഈച്ചയ്ക്ക് തന്നെ ഇത് വലിയൊരു ചലഞ്ചായിരിക്കും. കാരണം അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു ആ ചക്ക മൊത്തവും പൊതിയാൻ. തേൻവരിക്ക, കടച്ചക്ക, ഇടിഞ്ചക്ക, ആഞ്ഞിലിച്ചക്ക എന്ന് വേണ്ട എല്ലാ ടൈപ്പ് വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാവോ അതെല്ലാം ലുലുക്കാർ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. ഇനി ചക്ക സീസൺ ആയിക്കോട്ടെ മാങ്ങ സീസൺ ആയിക്കോട്ടെ എന്ത് വിശേഷ ആഘോഷങ്ങളാണെങ്കിലും അത് നമ്മുടെ നാടുമായിട്ട് ഒട്ടും മിസ് ചെയ്യാത്ത രീതിയിൽ ലുലുക്കാർ അറേഞ്ച് ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് ലുലുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് കാണണ്ടേ ചക്ക കൊതിച്ചിയായി ഞാൻ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന്. ഇത് ജാക്ക് ഫ്രൂട്ട് പ്രഥമനാണ് കേട്ടോ. ജാക്ക് ഫ്രൂട്ട് ആൻഡ് സാഗോ കീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് കുറച്ച് പച്ച ചക്കയാണ്, വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമാണ്. കണ്ടോ നോക്കിക്ക് ഒരു പ്ലേറ്റ് നിറച്ച ആഞ്ഞലി ചക്കയുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ കുരു ഞാനെടുത്ത് മാറ്റി വെക്കുവേ, എന്തിനാ അറിയുമോ, വറുത്ത് കഴിക്കാനായിട്ട്. ഞാൻ തേൻവരിക്കയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് പഴുത്ത തേൻവരിക്കയാണ്. ഇതിന് കിലോയ്ക്ക് 12 ദിറംസാണ് ഉള്ളത് കേട്ടോ. കിലോയ്ക്ക് 12.50 സംതിങ് ആണ് വരുന്നത്. ഇത് അങ്ങനെ ഒത്തിരി പഴുത്തിട്ടില്ല ഇത്, എന്നാലും ഭയങ്കര മധുരമാണ് ഇതിന് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.